വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ജനനായകന്റെ പ്രീ റിലീസ് വേദിയിൽ നടന്ന ചില നാടകീയ സംഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന മലയാളികളുടെ പ്രിയ നടി മമിത ബൈജു വേദിയിൽ വിജയിയുടെ തന്നെ ഒരു പഴയ ഗാനം ആലപിച്ചതും അതിനെ തുടർന്നുണ്ടായ പ്രതികരണങ്ങളുമാണ് ട്രോളർമാർക്ക് വലിയ വിരുന്നായി മാറിയിരിക്കുന്നത്. വിജയിയുടെ കരിയറിലെ ശ്രദ്ധേയമായ അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലെ AR റഹ്മാൻ ഈണം നൽകിയ പാട്ടാണ് മമിത വേദിയിൽ പാടാൻ തിരഞ്ഞെടുത്തത്. എന്നാൽ ഗാനത്തിന്റെ ആലാപന ശൈലിയും അവതരണവും നടിക്ക് അപ്രതീക്ഷിതമായ രീതിയിലുള്ള സൈബർ ട്രോളുകൾ നേടിക്കൊടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. പാടുന്നതിനിടയിൽ വരികൾക്ക് അനുസൃതമായി നടി നൃത്തം ചെയ്യുകയും ചെയ്തിരുന്നു. ചടങ്ങിനെത്തിയ കാണികൾ കരഘോഷമൊഴുക്കി നടിയെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും പരിപാടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ കഥയാകെ മാറി. മമിത പാടുമ്പോൾ സദസ്സിലിരുന്ന വിജയുടെ മുഖഭാവമാണ് ട്രോളർമാരുടെ പ്രധാന ആരോപണം. തന്റെ തന്നെ ഗാനം ഒരു യുവനടി വേദിയിൽ ആലപിക്കുമ്പോൾ വളരെ ഗൗരവത്തിലും എന്നാൽ അല്പം അമ്പരപ്പിലും നോക്കിയിരിക്കുന്ന വിജയുടെ റിയാക്ഷൻ വീഡിയോകൾ ഇപ്പോഴും ഇന്റർനെറ്റിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ലോട്ടറി വിൽപ്പനക്കാരുടെ അനൗൺസ്മെന്റ് ശൈലിയുമാണ് മമിതയുടെ ആലാപനത്തെ ഭൂരിഭാഗം ട്രോളർമാരും ഉപമിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി നാളെയാണ് ഒന്നാം സമ്മാനം 10 കോടി, അത് നീ മറക്കാതെ എന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ മമിതയുടെ വീഡിയോയ്ക്കൊപ്പം ചേർത്ത് നിരവധി ട്രോൾ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പ്രത്യക്ഷപ്പെട്ടു. ഒരു തമിഴ് പാട്ട് പാടി വിജയ് ഫാൻസിനെ കയ്യിലെടുക്കാൻ ശ്രമിച്ച മമിത പാവം നേരെ ഏറിലേക്ക് അങ്ങ് പറന്നുപോയി എന്ന തരത്തിലുള്ള പരിഹാസ കമന്റുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ. നടിയുടെ പ്രകടനം അമിതമായി പോയി എന്നും പാടാനറിയില്ലെങ്കിൽ ഇതിന് നിൽക്കരുതായിരുന്നു എന്നും ഒരു വിഭാഗം വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഈ സൈബർ ആക്രമണങ്ങൾക്കിടയിലും മമിതയ്ക്ക് പിന്തുണയുമായി ആരാധകരും സഹപ്രവർത്തകരും രംഗത്തെത്തുന്നുണ്ട്. സിനിമയിലല്ലാതെ ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോഴോ പാടുമ്പോഴോ ഉള്ള പിരിമുറുക്കം ആർക്കും ഉണ്ടാകാമെന്നും ഒരു തമിഴ് വേദിയിൽ വിജയെ പോലൊരു താരത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ മമിത പ്രകടിപ്പിച്ച ആത്മവിശ്വാസം അഭിനന്ദനാർഹമാണെന്നും ഇവർ വാദിക്കുന്നു. വെറും ഒരു തമാശയ്ക്കായി ചെയ്ത കാര്യത്തെ ഇത്രത്തോളം പരിഹസിക്കുന്നത് ശരിയല്ലെന്നാണ് മമിതയുടെ ആരാധകരുടെ പക്ഷം. സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മമിത ഗിരീഷ് എഡി സംവിധാനം ചെയ്ത പ്രേമലു എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെയാണ് തെന്നിന്ത്യൻ തലത്തിൽ വലിയ താരമായി മാറിയത്. തെലുങ്കിലും തമിഴിലും വലിയ സ്വീകാര്യതയാണ് പ്രേമലുവിന് ശേഷം മമിതയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസിന് തൊട്ടു മുമ്പ് തന്നെ ഈ വിവാദം സിനിമയുടെ പ്രമോഷന് ഒരു തരത്തിൽ ഗുണകരമാകുന്നുണ്ടെങ്കിലും സിനിമാ നിരീക്ഷകർ ഇതിനെ ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ വളരെ ഗ്ലാമറസ് ആയ ഒരു ലുക്കിലും കരുത്തറ്റ ഒരു വേഷത്തിലുമാണ് മമിത പ്രത്യക്ഷപ്പെടുന്നത്. സിനിമയിലെ നടിയുടെ ഡാൻസ് ഇതിനോടകം തന്നെ തമിഴ് ആരാധകർക്കിടയിൽ തരംഗമായി കഴിഞ്ഞു. ട്രോളുകൾ ഏതു വിധത്തിലായാലും മമിത എന്ന നടിയുടെ വളർച്ചയെയോ ജനനായകൻ എന്ന സിനിമയുടെ പ്രതീക്ഷകളെയോ ഇത് ബാധിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിജയെ പോലൊരു മെഗാസ്റ്റാറിന്റെ ചിത്രത്തിൽ സുപ്രധാന വേഷം ലഭിച്ചത് തന്നെ മമിതയുടെ കരിയറിലെ വലിയൊരു വഴിത്തിരിവാണ്. കരിയറിന്റെ തുടക്കകാലത്ത് തന്നെ ഇത്ര വലിയൊരു സ്റ്റാർ വാല്യുള്ള ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് മമിതയുടെ പ്രതിഭയുടെ തെളിവായി ആരാധകർ കാണുന്നു. ട്രോളുകൾ പലപ്പോഴും സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ മൈലേജ് നൽകാറുണ്ട്. ലോട്ടറി അനൗൺസ്മെന്റ് ട്രോളുകൾ തമാശയായി കണ്ട് മമിത തന്നെ വരും ദിവസങ്ങളിൽ ഇതിന് മറുപടി നൽകിയേക്കാം. സോഷ്യൽ മീഡിയയിലെ ഈ ഓളങ്ങൾ ജനനായകൻ എന്ന സിനിമയുടെ ആദ്യ ദിന കളക്ഷനിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും മമിത പാടിയ ആ തമിഴ് വരികൾ ഇപ്പോൾ മലയാളി സോഷ്യൽ മീഡിയ സ്പേസിൽ പാടി നടക്കാത്തവർ ആരുമില്ലെന്ന് തന്നെയാണ് സത്യം.